അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ PFI ഭീകരൻ സവാദിൽ നിന്ന് NIAക്ക് ലഭിച്ചു. ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടവരാണ് സവാദിനെ സഹായിച്ചതെന്നാണ് മൊഴി. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സവാദിന്റെ NIA കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, വിവരങ്ങൾ. ആതിര, അധ്യാപകന്റെ കൈവെട്ടിയതിനു ശേഷം ഏതാണ്ട് 13 വർഷത്തോളമായി അയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. പല സ്ഥലങ്ങളിലായി ഒളിവിൽ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് അയാളെ കണ്ണൂർ ബേരത്ത് നിന്ന്, മട്ടന്നൂർ ബേരത്ത് നിന്ന് ഇയാൾ പിടിയിലാകുന്നത്. ബേരത്ത് നിന്ന് പിടിയിലാവുന്ന സമയത്തും മട്ടന്നൂർ ബേരത്ത് നിന്ന് ഇയാൾ പിടിയിലാകുന്നത്. ബേരത്ത് നിന്ന് പിടിയിലാവുന്ന സമയത്തും ഒരു കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. സ്ഥലങ്ങൾ മാറി മാറി ഒളിവിൽ താമസിക്കുന്നതിന് വേണ്ടി PFIയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് നിരോധിത ഭീകര സംഘടനയായ PFIയുടെ ഉന്നത നേതാക്കളുടെ തന്നെ സഹായങ്ങൾ സവാദിനെ ലഭിച്ചു എന്ന് വ്യക്തമായി. തുടർന്നാണ് ഇയാളിൽ നിന്ന് സവാദിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ. പലപ്പോഴും മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നില്ല. സവാദ് ഉപയോഗിക്കാതെ, കാരണം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി പിന്തുടരുന്നുണ്ട്, അന്വേഷണ സംഘങ്ങൾ തനിക്ക് പിന്നാലെ ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വളരെ അപൂർവമായി മാത്രമായിരുന്നു ഫോൺ ഉപയോഗിച്ചിരുന്നത്. അത്തരത്തിൽ കോൾ വിളിച്ച ആളുകളുടെ വിവരങ്ങൾ അടക്കം സൈബർ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. മാത്രമല്ല, ഒരു വ്യാജ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് അക്കൗണ്ട് അടക്കം ഇത്തരത്തിൽ പ്രവർത്തിപ്പിച്ചിരുന്നു. ഈ അക്കൗണ്ടുകൾ പരിശോധിച്ച ഘട്ടത്തിലും അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് വീണ്ടും സവാദിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകിയത്. അങ്ങനെ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളിലാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. കാരണം നേരത്തെ 10 ദിവസം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണ സംഘത്തിന് ഈ സൈബർ ഫോറൻസിക് പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് നിശ്ചയമായ അന്വേഷണം എത്തിയിരുന്നു. നിരന്തരം സവാദുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന, സവാദിനെ വിളിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു ഇവരുടെ വിളികൾ. അത്തരം ആളുകളെ സംബന്ധിച്ചാണ് വിശദമായി സവാദിനെ ചോദ്യം ചെയ്തത്. അപ്പോഴാണ് തന്നെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾ, അത് കണ്ണൂർ മട്ടന്നൂർ ബേരത്താണെങ്കിലും അതിനു മുമ്പ് താമസിച്ച ഇരിട്ടിയിലാണെങ്കിലും കാസർഗോഡാണെങ്കിലും എല്ലാം തന്നെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച ആളുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സവാദ് കൈമാറിയത്. സവാദ് ഈ വിവരങ്ങൾ ഇത്തരത്തിൽ കൈമാറി എന്ന് മാത്രമല്ല, ഇയാൾക്ക് വലിയ തോതിൽ സാമ്പത്തിക സഹായങ്ങളും ലഭിച്ചിരുന്നു. ഈ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ പലയിടത്തും ജോലി ചെയ്തിട്ടായിരുന്നില്ല സവാദ് കഴിഞ്ഞു പോയിരുന്നത്, കുടുംബം പോറ്റിയിരുന്നത്. ഭാര്യയും 2 മക്കളുമായിരുന്നു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നത്. പുറത്തു നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചു. മാത്രമല്ല, കാസർഗോഡ് ഭൂമി വാങ്ങാനുള്ള ഒരു പദ്ധതിയും സവാദിന് ഉണ്ടായിരുന്നു. 20 ലക്ഷം രൂപ വില പറഞ്ഞ ഭൂമിക്ക് 6 ലക്ഷം രൂപ അഡ്വാൻസും സവാദ് നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ പണം സവാദിന് കൃത്യമായി തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സവാദിനെ വിശദമായി ചോദ്യം ചെയ്തത്. ഓരോ സ്ഥലത്തും ഒളിത്താവളങ്ങളിൽ താമസിക്കുമ്പോഴും ആരെല്ലാമാണ് സവാദിന് പിന്തുണ നൽകിയത്, ആരുടെയെല്ലാം സഹായങ്ങളാണ് സവാദിന് ലഭിച്ചിരുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷണ സംഘം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ സവാദിൽ നിന്ന് ലഭിച്ച മൊഴികളിലുള്ള ആളുകളെ വൈകാതെ ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിക്കും. ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റ് നടപടികളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്കും വൈകാതെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി കടക്കും. മാത്രമല്ല, ഈ സവാദ് കഴിഞ്ഞ മുഴുവൻ സ്ഥലങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. കാരണം തുടക്കത്തിൽ 10 ദിവസം പോലും ചോദ്യം ചെയ്യലുമായി കാര്യമായി സഹകരിച്ചിരുന്നില്ല. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 ദിവസം മാത്രമാണ് ഒളിവിൽ കഴിയാൻ സഹായിച്ച ചിലരെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. അതേ ആളുകൾ തന്നെയാണ് ഈ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത് എന്ന് സൈബർ ഫോറൻസിക് പരിശോധനയിലും വ്യക്തമായിട്ടുണ്ട്. ആതിര, ശരി. അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ PFI ഭീകരൻ സവാദിൽ നിന്ന് NIAക്ക് ലഭിച്ചു. ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടവരാണ് സവാദിനെ സഹായിച്ചതെന്നാണ് മൊഴി. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സവാദിന്റെ NIA കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.